ഹലോ ഗായ്സ്, എൻ്റെ ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വേറൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ആ ഫോട്ടോ എൻ്റെ ഈ ഫോട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഈ കാല് മാത്രം മതി, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നിട്ട് ഈ ചെറിയ ചെറിയ പേപ്പറൊന്നും വേണ്ട. ഇത് ഒക്കെ വേണ്ടാത്തതാണ്. നമുക്ക് വേണ്ടി ഈ കാല് മാത്രം മതി. അതിനു വേണ്ടി ആദ്യം ഞാൻ ടൂൺ ഇമേജിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ഒരു 20. ഞാൻ ഉച്ചയ്ക്ക് എടുത്ത ഫോട്ടോ അതുകൊണ്ട് ഉച്ചയല്ല, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എടുത്ത ഫോട്ടോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അപ്പം പോയ സ്ഥലത്തു നിന്ന് എടുത്തിയ അത്. ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ വെച്ചിട്ട് കോൺട്രാസ്റ്റ് കുട്ടിയും കുറച്ച് നോക്കട്ടെ. ഒരു 30 മതി. 34 സാച്ചുറേഷൻ കാലിൻ്റെ ഞങ്ങൾ 16 തന്നെ കിടക്കും. ആംബിയൻസ് ഇച്ചിരി കൂട്ട്. ആംബിയൻസ് ഒരു 25 മതി. ഹൈലൈറ്റ്സ് കുറച്ച്, ഷാഡോയിങ് ഇത്തിരി ഒരു 41. വാംത്ത് ഇച്ചിരി ഒരു 8. നോക്കാം, ബിഫോർ ആഫ്റ്റർ നോക്കി. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇനി നമുക്കിത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയാം. ഇനി ഹീലിംഗ് ടൂളിൽ പോവുക. നല്ല വൃത്തിക്ക് കളയണം. എനിക്ക് വേണ്ടേ ഈ പേപ്പർ വേണ്ട, അപ്പം ഞാൻ ഇതിന് വേണ്ടി ഇങ്ങനെ എടുക്കാം. ആ പേപ്പർ എടുക്കുക. അടുത്ത ഇത് വേണ്ട, അപ്പം ഇത് കളയണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ കൈ അറിയാതെ തട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇവിടെ ഇത്രയും പോവുകയാണെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചാൽ അത് ശരിയായിക്കോളും. അടുത്തത് ഈ പേപ്പർ, ഈ പൈപ്പിൻ്റെ പീസും വേണം. ഈ ചെറിയ പേപ്പറും വേണ്ട. അടുത്തേതാ? ഈ സൈഡിലുള്ള ചെറിയ പേപ്പറൊന്നും വേണ്ട. നമുക്ക് ഈ വെളുത്ത് കിടക്കുന്ന പേപ്പറൊന്നും വേണ്ട. ഒരു വലിയ പേപ്പർ എടുക്കൊണ്ടില്ല. ഇതാ കൂടെ അങ്ങനെ ആ വലിയ പേപ്പറും പോയി. ഇവിടെ ഇത് കളയാം. ഇവിടെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര പാടായി വീഡിയോ. അതും പോയി. അടുത്തതെന്ന് വെച്ചാൽ ഈ കല്ലൊക്കെ കളയാൻ പറ്റുമോ നോക്കട്ടെ. കളയാൻ പറ്റുമെങ്കിൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കല്ലും പോയി. കല്ല് പോയ ബാക്ക് നോക്കട്ടെ. സൈഡൊക്കെ ഒന്ന് കല്ലിൻ്റെ ഇത് കാണാം. ബ്ലാക്കിഷും കളഞ്ഞേക്കാം. ഇത്തിരി ഡിപ്പ് ഇത് കൊടുക്കാം. അയ്യോ അറിയാതെ പോയി. നമുക്ക് ഒന്നും കൂടെ പോവാ, ഹീലിങ്ങിൽ പോവാ. ഇങ്ങോട്ട് വരിക. ഈ കല അവിടെ കിടന്നോട്ടെ. ഇനി ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് എൻ്റെ വേണ്ട ഉടുപ്പിൻ്റെ ഇത്രയും ഭാഗമാണ്. അത് എനിക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അതും ഓക്കെ. ഇനിയാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കേണ്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ നേരെ ടൂൾസിൽ പോവുക, താഴോട്ട് വരിക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ബ്രൈറ്റ്, ഡാർക്ക്, ഫിലിം, കോൺട്രാസ്റ്റ്, റെഡ്. ഈ ബ്രൈറ്റ് മതിയായിരിക്കും. ഓക്കെ, ബ്രൈറ്റ് ഒക്കെ എടുത്ത് ഇനി നമുക്കെൻ്റെ കാല് മാത്രം സാധാ കളറോടെ നോക്കാം. അതിന് മേളത്തെ ഇവിടെ സാധനമുണ്ട്, ഇത് അത് ഞെക്കിയിട്ട് വ്യൂ എഡിറ്റ്സ്, എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നടുക്കത്തെ ഈ സാധനത്തിൽ പോവുക, ഞെക്കുക. എന്നിട്ട് ഇവിടെ ഇൻവേർട്ട് എന്ന് പറയുന്ന സാധനം കാണുന്നുണ്ട്, ഇൻവേർട്ട് അതേ പിടിച്ച് ഞെക്കുക. എന്നിട്ട് ഇത് 0 ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാം.
ഇപ്പം ഇത്ര ആവശ്യം. വൃത്തിക്ക് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോ കാണാൻ ഇച്ചിരി കൂടി രസമായിരിക്കും. എനിക്ക് പറ്റുന്ന പരമാവധി വൃത്തിക്ക് ഞാൻ വരയ്ക്കാം. ഇപ്പം നിങ്ങളുടെ കൈ തെറ്റി ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഇൻക്രീസ് എന്നുള്ളത് ഞെക്കി ഒരു 100 അവിടെ സൂം ചെയ്ത് ചെയ്യാവുന്ന അത് അങ്ങ് മായ്ച്ചളയാം പോയെടുത്ത്. എന്നിട്ട് പിന്നെ 0 ആക്കുക. അപ്പോൾ പഴയ പോലെ ആവശ്യമുള്ള സ്ഥലം മാത്രം, കളർ ആവശ്യമുള്ള സ്ഥലം മാത്രം ഞാൻ ചെയ്യും. ഈ നൂലൊക്കെ വെളിയിക്കുന്നിടത്ത് സീന ആവശ്യമില്ല. അപ്പുറത്തെ കറി അതെന്ന് പറയുന്നത് അങ്ങ് വരെ പോയി. ശരിയില്ല. ഇവിടം വരെ ഇങ്ങനെ കിടക്കട്ടെ. കൂടെ ഞാൻ സൂം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പറ്റിയ പ്രശ്നം. അത് വലിയ വിഷയമില്ല. നേരത്തെ ഈ കാല് സെറ്റായി. ഈ കാലിൻ്റെ പിന്നെ ഈ ഷൂവും കൂടെ പരമാവധി സെറ്റായി. ഇനി ഈ ഇലയും ഈ പച്ച ഇലയും കൂടെ ചുമ്മാ ഒന്ന് കളർ അടിക്കാം. ഒരു ചെറിയൊരു ഒരു വല്ലാത്തൊരു പോലെ ഇരിക്കും. നല്ല രസമായിരിക്കും കാണാൻ. അതുകൊണ്ട് ഈ പച്ചപ്പും കൂടെ നമുക്ക് ആവശ്യമില്ലാത്തടത്ത് ഈ ചുമല കളർ വന്നു. അത് നമുക്ക് കളയാം. ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക. ആവശ്യമില്ലാത്തടത്തുള്ളടുത്ത് നേരെ നമ്മൾ ചെയ്ത ഇലയുടെ അവിടെ കൊണ്ടുപോവുക. സൂം ചെയ്യുക. ചുമല ഉള്ളടത്ത് മുഴുവൻ ഓക്കെ. ഇനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. സാറില്ല. പെട്ടെന്ന് അറിയത്തില്ല. ഓക്കെ. ഇവിടെ ഇച്ചിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് അതും കൂടെ കളഞ്ഞേക്കാം. ഇത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയേക്കാണ്. അതങ്ങ് വൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അത് സെറ്റായി. ഒന്നും കൂടെ പോയി. എനിക്കൊരു ചെറിയ ഇത് കിട്ടി. അയ്യോ, ബാക്കായിട്ട് ഇപ്പം ഇങ്ങനെയുണ്ട്. ഇപ്പം ഇനി നമുക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഈ കല്ലും കൂടെ കളയായിരുന്നു ആദ്യമേ. ഞാൻ വലിയ വിഷയമില്ലെന്ന് വിചാരിച്ചിരുന്നേ. കല്ലും കളഞ്ഞേക്കാം. കല്ലിൻ്റെ ചുറ്റും വരയ്ക്കുക. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ രസമുണ്ട് ഈ കളയുന്നത്. ഓക്കെ, അതും പോയി. എനിക്ക് ഇവിടവും കൂടെ അങ്ങ് കളയുമായിരുന്നെങ്കിൽ വൃത്തിയായ. നോക്കട്ടെ പോകുന്നു. അതും പോയി. അതിപ്പോൾ വൃത്തിക്കൊരു കൂടി ഈ കല്ല് എന്നിട്ട് ഇങ്ങനെ ഇരുന്ന ഫോട്ടോ ഇപ്പം ഇങ്ങനെ വലിയ വിഷയം. ഇനി നമുക്കിത് ബ്ലർ ചെയ്യണം ബാക്ക്ഗ്രൗണ്ട്. അതിനായി നമുക്ക് ഇവിടെ ലെൻസ് ബ്ലർ എന്നുള്ളത് കാണും. ലെൻസ് ബ്ലറിൽ പോയി ഇപ്പോൾ സർക്കിളിലാണ്. ഇവിടെ പിക്ചേഴ്സിൽ പോയിട്ട് അത് സ്ക്വയർ ആക്കണം. റെക്റ്റാങ്കിൾ ആക്കിയിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞതാണ്. അത് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കണം. എന്നിട്ട് അത് തിരിച്ച് ഈ ഫോട്ടോയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് വെക്കുക. അപ്പം ഫുൾ ബ്ലറായി. എന്നിട്ട് നമുക്ക് ബ്ലർ സ്ട്രെങ്ത് ആവശ്യമുള്ള അത്രയും കൂട്ടാം. വിഗ്നേറ്റ് സ്ട്രെങ്ത്തും കൂട്ടിയേക്കാം. എന്നിട്ട് ഓക്കെ എടുക്കുക. മുമ്പത്തെ പോലെ പിന്നെയും എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഇതിൽ പോയിട്ട്
ക്ലിക്ക് ചെയ്യുക, വ്യൂ എഡിറ്റ്സ്, പിന്നെ ലെൻസ് ബ്ലർ, പിന്നെ നടുക്കുള്ളത്. എന്നിട്ട് പിന്നെയും നമ്മൾ ഇവിടെ ഇൻവേർട്ട് എന്നുള്ളത് ഞെക്കുക, ഇപ്പോൾ ബ്ലറായി കാണും. ഇവിടെ നമുക്ക് ആവശ്യം ബ്ലർ ആക്കണ്ടാത്ത സ്ഥലം പോയിട്ട് വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഷൂ മാത്രമേ ഉള്ളൂ ആക്കണ്ടാത്ത. ഷൂവിൻ്റെ അവിടെ പോവുക, വരച്ചു കൊടുക്കുക. ഞാൻ ഷൂ ഫുള്ളും ആയിരിക്കും, എന്നിട്ട് അവസാനം എനിക്ക് ബ്ലർ ആക്കണ്ടാത്ത സ്ഥലം തിരിച്ചാക്കണം. കാല്, ചെടി. ഓക്കെ, ഇത്രയാണ് എനിക്ക് ബ്ലറാക്കണ്ടാത്ത. ഇനി അത് 100 ഇടുക. എന്നിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഷൂവിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വരച്ചു കൊടുക്കുക. വൃത്തിക്ക് വേണം. ഇനി നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശ്രമിക്കുക. ഇവിടെ എല്ലാം ചെടിയുടെ കൂടെ വരിക. ചെടിയുടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഞാൻ ബ്ലർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉള്ള എല്ലാം ബ്ലറാണ്. ചെടിയുടെ ഇതാ സീൻ. ചെടിയാണെങ്കിൽ എന്തോ പോലെ ഇവിടെ വരിക. ഈ വാക്കൊക്കെ നല്ലോണം ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വക്ക്, ചെടിയുടെയും ഇതിൻ്റെയൊക്കെ വക്കൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലം എല്ലാം അങ്ങ് ചുമ്മാ അങ്ങ് ചെയ്താലും മതി. ഇപ്പോൾ ഒരു ഉപകാരമുണ്ട്, ഈ ചുമല കിടക്കുന്നത് കളയാൻ പറ്റും ബ്ലർ ചെയ്തതുകൊണ്ട്. നോക്കട്ടെ, ചെടി വിഷയമില്ല. ഈ ഇലയും കൂടെ അങ്ങ് കളഞ്ഞേക്കാം. ഇനി ഈ സൈഡെല്ലാം മുമ്പത്തെ പോലെ എൻ്റെ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് വന്നാണല്ലോ. അതെൻ്റെ ബ്ലറിൻ്റെ ഡിസൈൻ ഞാൻ ഹാർട്ടിൻ്റെ ആക്കിയായിരുന്നു നേരത്തെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയത്. ഇപ്പം നമ്മളിത് ലൈറ്റിൻ്റെ അടുത്ത് വല്ലതും പോയി ലൈറ്റ് ബ്ലർ ചെയ്യുവാണെങ്കിൽ, ഹാർട്ട് ഷേപ്പിലിട്ട് ബ്ലർ ചെയ്യുവാണെങ്കിൽ ആ ലൈറ്റിൻ്റെ ഡിസൈൻ ഹാർട്ടിൻ്റെ ഷേപ്പ് ആവും. ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം, ബ്ലാക്ക് ബേർഡ് നൈറ്റ് എന്നാണ്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ബ്ലറായ ലൈറ്റിൻ്റെ. അതെന്ന് വെച്ചാൽ ഞാൻ ബോറടിച്ചപ്പോൾ ചുമ്മാ ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എനിക്ക് വലിയ ഫോളോവേഴ്സൊന്നുമില്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒന്ന് പോയി ഫോളോ ചെയ്യുക, ബ്ലാക്ക് ബേർഡ് നൈറ്റ്. ഞാൻ താഴെ എൻ്റെ പേര് കൊടുത്തേക്കാം. ലിങ്ക് ഇടാൻ പറ്റുന്നില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ലെഫ്റ്റ് ഫുള്ള് ഇതാക്കി. ഇനി റൈറ്റിലോട്ടും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ പോകും. ഓക്കെ, ഇത് ശരി. ഇനി റൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ കാല് ശരിയായി. പക്ഷേ എനിക്ക് എന്തോ പോരായ്മ പോലെ, അതുകൊണ്ട് കാലിൻ്റെ വാക്കൊക്കെ ഒന്ന് കൂടെ, ഈ വലത്തെ കാലിൻ്റെ വക്കൊന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. നോക്കുവാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങൾ ഓക്കെ. ഇനി ഓക്കെ കൊടുക്കുക.
ബാക്ക് അടിക്കുക. ഇനി നിങ്ങൾക്കിപ്പം എനിക്കിത് ക്രോപ്പ് ചെയ്ത് നോക്കാം. ക്രോപ്പ് ചെയ്തിട്ട് ഒക്കെ എടുക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പേര് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ, അപ്പം ഇൻസ്റ്റഗ്രാമിലെ പേര് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ @blackbird_night ഫുൾ സ്മോൾ ലെറ്റേഴ്സാണ്. പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്ത് അയക്കുക. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് നോക്കാം. ഇത് തന്നെ നല്ലതെന്ന് തോന്നുന്നു. എനിക്കിതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി ഫെയ്ഡ് ലുക്ക് കൊടുക്കാം. കേർവ്സിൽ പോവുക, ഫെയ്ഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പോയിട്ട് വിൻറ്റേജ് ഒത്തിരി ഇതില്ല, വിഗ്നെറ്റ് 8 ഏതാണ് നല്ലതെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. 7 ആണോ 8 ആണോ 9 ആണോ നല്ലതെന്ന്. ഞാനിപ്പോൾ എന്തായാലും 7 ഇടും. അതാകുമ്പോൾ ഈ പച്ച ഇതൊക്കെ നിങ്ങൾ സാധാ താഴെ വിഗ്നെറ്റ് എന്ന് കിടന്ന് കാണും. അപ്പം ഔട്ടർ വിഗ്നെറ്റ് ഇച്ചിരി ഇച്ചിരി കുറയ്ക്കുക, ഒരു -71. ഇന്നർ വിഗ്നെറ്റ് ഒരു 20 അല്ല 19. ഓക്കെ, ഇപ്പോൾ കൊടുക്കുക. ഇത് കണ്ടോ, ബിഫോർ ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യണേ.